പലതരം ചേരുവകൾ. ഇന്ന് നമുക്ക് വളരെ വ്യത്യസ്തമായ രീതിയിൽ ഒരു ക്യാരറ്റ് കുൽഫി സർബത്ത് ഉണ്ടാക്കാം. കുൽഫി നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിച്ച് കഴിക്കുന്നുണ്ടാവും. അതിൻ്റെ ഒരു ടേസ്റ്റ് വരണമെന്നാണ് ഞാൻ കുൽഫി സർബത്ത് എന്ന് പറഞ്ഞു കേട്ടോ. ഞാൻ ഡെയിലി രാത്രി വന്നാണ് റെസിപ്പി ഉണ്ടാക്കുന്നത്, നിങ്ങൾക്ക് അറിയാമല്ലോ. അതിൻ്റെ ഇടയിൽ കറണ്ട് പോയി, അപ്പോൾ എനിക്ക് ക്യാരറ്റ് നന്നായിട്ട് അരച്ചെടുക്കാൻ പറ്റിയില്ല. അപ്പം നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ ക്യാരറ്റ് നന്നായിട്ട് അരച്ച് ചേർക്കാം കേട്ടോ. സർബത്ത് ഉണ്ടാക്കാനായിട്ട് ഒരു പാൻ അടുപ്പത്ത് വയ്ക്കുക. നന്നായിട്ടൊന്ന് ചൂടായ ശേഷം ഞാനിവിടെ 6 ടേബിൾ സ്പൂൺ പഞ്ചസാരയുടെ പകുതി, അതായത് 3 ടേബിൾ സ്പൂണോളം പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ടോട്ടൽ 6 ടേബിൾ സ്പൂണാണ് ഞാനിവിടെ എടുത്തു വെച്ചിട്ടുള്ളത്. 2 കപ്പ് പാലിനാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ അളവനുസരിച്ച് ഇതിലൊക്കെ വ്യത്യാസം വരുത്താം കേട്ടോ. മീഡിയം ഫ്ലെയിമിൽ പഞ്ചസാര ഇട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. പഞ്ചസാര നന്നായിട്ട് ഉരുകി ഇതുപോലെ ഒരു കളറാവൂലേ, ഒരു ബ്രൗൺ കളറായ ശേഷം അതിലേക്ക് പാൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. പഞ്ചസാര നന്നായിട്ട് ക്യാരമലായി വരുന്നത് കൊണ്ടാണ് നമുക്ക് ആ നല്ലൊരു ചോക്ലേറ്റ് കളറ് കിട്ടുന്നത്. കുൽഫിയുടെയൊക്കെ ഒരു കളറുണ്ടല്ലോ. ടോട്ടൽ 2 കപ്പ് പാലാണ് ഇതിലേക്ക് ഒഴിക്കാനുള്ളത്. അതിലൊരു കപ്പ് ഞാൻ ഒഴിച്ചിട്ട് ആദ്യം നന്നായിട്ടൊന്ന് എല്ലാവരും മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം അടുത്ത കപ്പും കൂടി ഒഴിച്ചു കൊടുക്കുക. വളരെ എളുപ്പമാണ് ഇത് ഉണ്ടാക്കാവുന്ന എളുപ്പം കണ്ടുകൊണ്ട് ഇത് നന്നാവോ കൊള്ളാവോ എന്നൊന്നും വിചാരിക്കേണ്ട, വളരെ ടേസ്റ്റിയാണ്. പാലൊഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം ഞാൻ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ പാൽപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. നല്ലൊരു ക്രീമി സ്ട്രക്ചറിനും പിന്നെ നല്ലൊരു ഫ്ലേവറിനും വേണ്ടിയിട്ടാണ് ഇത് ഇടുന്നത്. അപ്പം വേണ്ടെന്നുണ്ടെങ്കിൽ ഒഴിവാക്കാം. ഈ സമയത്തുണ്ടല്ലോ, നിങ്ങൾ ക്യാരറ്റ് അരച്ച് വയ്ക്കുന്നില്ല എന്നുണ്ടെങ്കിൽ, ക്യാരറ്റ് അരച്ച് വയ്ക്കുമ്പോൾ ഒരു കട്ടി വരുമല്ലോ. അപ്പോൾ ക്യാരറ്റ് അരച്ച് വയ്ക്കുന്നില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ കോൺഫ്ലവർ ഉണ്ടല്ലോ, അത് 1 ടീസ്പൂൺ ഒരു 1/4 കപ്പ് പാലിൽ റൂം ടെമ്പറേച്ചറിലുള്ള പാലിൽ കലക്കിയിട്ട് ഒഴിക്കുകയെന്നുണ്ടെങ്കിൽ നല്ലൊരു കട്ടി കിട്ടും. അപ്പോൾ നമുക്കിങ്ങനെ ക്യാരറ്റ് അരച്ച് ഒഴിക്കേണ്ട കേട്ടോ. വേറെ ഫ്ലേവറിന് വേണ്ടിയിട്ട് വേറെ എന്തെങ്കിലും ചേർത്താലും മതി. ക്യാരറ്റിൻ്റെ സ്ഥാനത്ത് നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും വേണമെങ്കിൽ അത് ചേർക്കട്ടെ. എൻ്റെ കയ്യിൽ ഇപ്പോൾ ക്യാരറ്റാണ് ഇരുന്നത്, അതുകൊണ്ട് അത് ചേർത്തന്നേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ആപ്പിൾ നല്ല ടേസ്റ്റി ആയിരിക്കും. അതേപോലെ പുളിയില്ലാത്ത നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഫ്രൂട്ട്സൊക്കെ വേണമെങ്കിലും ഇതേപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് വാട്ടിയിട്ട് അരച്ച് ചേർക്കാം കേട്ടോ. പച്ചനെണ്ണ ചേർക്കണ്ട കേട്ടോ. പച്ചനെണ്ണ ചേർക്കുമ്പോൾ ഫ്ലേവറിൽ വ്യത്യാസം വരും. നേരത്തെ ഒരു കാര്യം പറയാൻ വിട്ടുപോയായിരുന്നു. നമ്മൾ പാല് തണുക്കാൻ വേണ്ടി ഇറക്കി വയ്ക്കുന്നതിന് മുമ്പ് തന്നെ അതിലേക്ക് ഒരു 1/2 ടേബിൾ സ്പൂൺ ഏലക്കാപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പാല് ഒഴിച്ചെടുത്ത് ഒരുപാട് നേരം ഇട്ട് തിളപ്പിച്ച് വറ്റിക്കൊന്നും വേണ്ട. നന്നായിട്ടൊന്ന് തിളച്ച ശേഷമാണ് നമ്മൾ ഏലക്കാപ്പൊടിയും പിന്നെ പാൽപ്പൊടിയൊക്കെ ഇട്ട് കൊടുത്തത്. അതിനുശേഷം അതോടെ ചൂടാറാനായിട്ട് ഇറക്കി വയ്ക്കാം. ആ സമയം കൊണ്ട് ക്യാരറ്റ് ഒന്ന് വഴറ്റിയെടുക്കണം. അതിനായിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഗീ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് ക്യാരറ്റ് ഇട്ടെടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റുക. ക്യാരറ്റിൽ നിന്ന് വെള്ളം ഇറങ്ങുന്ന സമയത്ത് അതിലേക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കുക. ഞാനൊരു പിഞ്ച് ഉപ്പും കൂടി ഇട്ടിട്ടുണ്ട്, അത് നിർബന്ധമില്ല കേട്ടോ. ക്യാരറ്റ് ഓവറായിട്ട് കുക്കാവൊന്നും വേണ്ട, നമുക്ക് അരച്ചെടുക്കാനുള്ളതാണ്. ജസ്റ്റ് ഒന്ന് വാടി വന്ന ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യുക. ചൂടാറിയ ശേഷം കംപ്ലീറ്റ് അരച്ചെടുക്കുക കേട്ടോ. ക്യാരറ്റിൽ പാലോ ഐസ് വാട്ടറോ അല്ലെങ്കിൽ വെറുതെ വാട്ടറോ ഒഴിച്ച് അരച്ചെടുക്കുക കേട്ടോ. നിങ്ങളിപ്പോൾ വിചാരിക്കുന്നുണ്ടാവും ഞാൻ കംപ്ലീറ്റ് ക്യാരറ്റ് അരച്ചെടുത്തില്ലല്ലോ എന്ന്. ആദ്യം കുറച്ച് മിക്സിയുടെ ജാറിലിട്ട് അരച്ചെടുത്ത ശേഷം ബാക്കിയുള്ള ക്യാരറ്റും കൂടി അതിലേക്കിട്ട് അരച്ചെടുക്കാൻ തന്നെ വിചാരിച്ചാൽ ഞാൻ എടുക്കുന്ന സമയത്ത് ഇച്ചിരി ചൂടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ രണ്ടാമത്തെ ട്രിപ്പ് ഞാൻ അരയ്ക്കാനായിട്ട് വന്നപ്പോഴത്തേനും മിക്സി വർക്കാവുണ്ടായില്ല, അറിയാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അതാരണമാണ്. അപ്പം നിങ്ങൾ ക്യാരറ്റ് കംപ്ലീറ്റ് അരച്ച് തന്നെ എടുക്കുക കേട്ടോ, അല്ലെങ്കിൽ അടിയിൽ ഇതുപോലെ കെട്ടിക്കിടക്കും. ഈ സമയം കൊണ്ട് നമ്മൾ നേരത്തെ കാരാമൽ ഇത് തിളപ്പിച്ച് വെച്ച പാലും റെഡി ആയിട്ടുണ്ട്, ചൂടാറിയൊക്കെ ഇരിപ്പുണ്ട്. അപ്പോൾ അതൊന്ന് അരിച്ചിട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ, അല്ലെങ്കിൽ മിക്സിയുടെ ജാറിലൊന്ന് അടിച്ചിട്ടോ അല്ലെങ്കിൽ അരിച്ചിട്ടോ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്, ഇത് നന്നായിട്ട് തണുപ്പിക്കണം കേട്ടോ. നല്ല തണുപ്പ് വേണം. അപ്പോൾ ഇതിലേക്ക് നന്നായിട്ട് ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇതിൻ്റെ കട്ടിയൊക്കെ കുറഞ്ഞ് കറക്റ്റ് ഭാഗമായിട്ട് വരും. അപ്പോൾ ഐസ് ക്യൂബ്സ് ഇല്ലാന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ച് ഡയറക്റ്റ് തണുപ്പിക്കുകയെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചിട്ട് നിങ്ങളുടെ കട്ടി പാകമാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ട് തണുപ്പിച്ച ശേഷം കുടിക്കുക കേട്ടോ. വളരെ ടേസ്റ്റിയാണ്. ഇനി ഇതിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഫ്രൂട്ട്സോ ഡ്രൈ ഫ്രൂട്ട്സ് നട്ട്സൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ ഇട്ട് കൊടുക്കാം. പിന്നെ അത് ഇട്ട് കൊടുക്കുമ്പോൾ ചെറുതായിട്ട് അരിഞ്ഞിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ, അല്ലെങ്കിൽ താഴത്തേക്ക് പോയി കെട്ടിക്കിടക്കൂലേ. ഞാനിപ്പോൾ ഇത് നന്നായിട്ട് തണുപ്പിച്ചിട്ടുണ്ട്, കുടിക്കാൻ റെഡിയാണ്. അപ്പം ഇനി നാളെ മറ്റൊരു റെസിപ്പി ആയിട്ട് കാണാം.